നിങ്ങൾ കണ്ടു കാണും ചില യൂട്യൂബ് ചാനലുകളും മലയാളത്തിൽ, അതേപോലെ കോഴിക്കോട്ടുള്ള മീഡിയ വൺ ചാനലിലും ഒരു വീഡിയോ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസ് യൂറോപ്പിലെ പ്രഗത്ഭമായ രാജ്യമാണ്. ജർമ്മനി കഴിഞ്ഞാൽ അവർ അമേരിക്കയെ അറ്റാക്ക് ചെയ്യും. ഈ ഗ്രീൻലാൻഡ് പറഞ്ഞ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. ട്രംപ് പറഞ്ഞത് പിടിച്ചെടുക്കുമെന്ന്. അതിൻ്റെ ഡയലോഗ്സും കോൺവെർസേഷനും ഡെൻമാർക്കുമായിട്ട് നടക്കാറുണ്ട്. ഒരു ഓട്ടോണമസ് ഐലൻഡാണ്. അതിൻ്റെ അകത്ത് അമേരിക്കൻ ബേസ് ഉള്ള ഒരു ദ്വീപാണ്. ഇപ്പം വലിയ സംഭവം, വലിയ രീതിയിലാണ് ഫ്രാൻസിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഫ്രാൻസ് പിന്തുണ കൊടുക്കും, ഗ്രീൻലാൻഡ് മുഴുവനെ സംരക്ഷിക്കും. ആദ്യം മനസ്സിലാക്കുക, ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി. അതാണ് വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. ഇപ്പോൾ പൊട്ടത്തരം വിളിച്ച് പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്ത് നേരത്തെ അവർ നാറ്റോയിൽ നിന്ന് പിന്മാറിയപ്പോൾ അമേരിക്കൻ ബേസ് അവിടെ നിന്ന് മാറ്റി. അതിനുശേഷം വീണ്ടും നാറ്റോയിൽ വന്നപ്പോൾ പെർമനൻ്റ് ബേസ് ഇല്ല. പക്ഷേ അമേരിക്കയുടെ ടെമ്പററി ബേസ് ഉള്ള രാജ്യമാണ് ഫ്രാൻസ്. അത് ആദ്യം തലയ്ക്കകത്തിട്. അതായത് ഫ്രാൻസ് മിലിറ്ററിക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇന്നും അമേരിക്കൻ മിലിറ്ററിയാണ്. ഫ്രാൻസിൻ്റെ സീനിയറായിട്ടുള്ള ഓഫീസേഴ്സ് അവരിന്നും ട്രെയിനിങ്ങിന് പോകുന്ന അമേരിക്കയിൽ വെസ്റ്റ് പോയിന്റിലാണ്, ന്യൂയോർക്കിനടുത്തുള്ള അപ്സ്റ്റേറ്റിൽ. പിന്നെ രണ്ടാമത് കാര്യം മനസ്സിലാക്കുക, ഫ്രാൻസ് നാറ്റോ സഖ്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സോൾജിയേഴ്സ് ഉള്ളത്, പട്ടാളക്കാരുള്ളത് അമേരിക്കയാണ് നമ്പർ 1 ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ടർക്കിക്കാണ്, 4 ലക്ഷത്തിൽ പരം. അത് കഴിഞ്ഞ് 3-ാം സ്ഥാനം വരുന്ന ആർക്കാണ്? ജർമ്മനി ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇപ്പം പോളണ്ടായി. 4-ാം സ്ഥാനം 1,80,000 പേരേ ഉള്ളൂ ആക്റ്റീവ് ഫ്രഞ്ച് ഫോഴ്സിൽ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കാര്യങ്ങൾ ഒരു ഡേറ്റ എടുത്തിട്ട് പറ. ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്തിന് ചുറ്റും, അതായത് ജർമ്മനിയിൽ അമേരിക്കൻ ബേസ് ഉണ്ട്. അവിടെ എത്ര പേര് അമേരിക്കൻ ബേസിൽ അവിടെ ആക്റ്റീവാണെന്ന് നിങ്ങൾക്കറിയോ? 36,000 അമേരിക്കൻ സൈനികർ ആ ബേസിലുണ്ട്. പലയിടത്തായിട്ടാണ് ബേസുകൾ. കാരണം അവിടെ ഏകദേശം 20-40 പരം അമേരിക്കൻ ഫൈറ്റർ എയർക്രാഫ്റ്റുള്ള ബേസാണ് അത്. ബെൽജിയത്തിൽ ബേസുണ്ട്, അമേരിക്കൻ ബേസ്. ചുമ്മാ 3ഓളം രാജ്യം, ജർമ്മനിയിലുണ്ട്, ബെൽജിയത്തിലുണ്ട്, അതിനടുത്തുള്ള വേറൊരു രാജ്യം. ഇതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് വരുന്നത് ഈ ഫ്രാൻസിൻ്റെ അകത്ത് 250, 300, 400 കിലോമീറ്ററേ ഉള്ളൂ. ഫ്രാൻസിൻ്റെ വിദേശകാര്യ വകുപ്പ് വന്നിട്ട് അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഡെൻമാർക്കിനെ. എന്താണ് ഡെൻമാർക്കിൻ്റെ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രി അതിനെപ്പറ്റി സപ്പോർട്ട് തരുമെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നതിൻ്റെ കാര്യം എന്താ? കാരണം അവർക്കറിയാവുന്ന വസ്തുത, ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞതിൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി എന്ന് പറഞ്ഞത് അമേരിക്കയുടെ മുമ്പിൽ വലിയൊരു സീറോയാണ്. അവരുടെ മിലിറ്ററി സ്പെൻഡിങ് തന്നെ കഴിഞ്ഞിടയ്ക്കാണ് കൂട്ടാൻ തീരുമാനിച്ചത്, ഉക്രൈൻ റഷ്യ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ ചരിത്രം പഠിക്കുക ആദ്യം. അതിനകത്ത് ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം ഫ്രാൻസിനെ മുഴുവനും പിടിച്ചങ്ങെടുത്തു. എന്നിട്ട് ജർമ്മനിയെ റിലീസ് ചെയ്യാൻ വേണ്ടി, ഫ്രീ ആക്കാൻ വേണ്ടി അമേരിക്കൻ സൈനികർ വരികയാണ്. അതിനെപ്പറ്റി ഒരു മൂവിയുണ്ട്, പ്രൈവറ്റ് ഇൻ റയാൻ എന്നും പറഞ്ഞിട്ട് മൂവിയുണ്ട് സ്റ്റീഫൻ സ്പീൽബർഗിൻ്റെ. ഏറ്റവും കൂടുതൽ അമേരിക്കൻ സൈനികരും മരിച്ചു. കാരണം അവർ കടലിൽ നിന്ന് വന്നിട്ടാണ് ഈ ഫ്രാൻസ് പിടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഫ്രാൻസ് എന്ന് പറഞ്ഞ ജർമ്മനിയുടെ ഭാഗമായിട്ടിരുന്നേനെ. പൊട്ടത്തരം വിളിച്ച് പറയരുത്. ബേസിക് അമേരിക്കൻ ബേസ് ആ ചുറ്റുമുള്ളവർ അവർ വിചാരിച്ച ഈ പാരീസും ഫ്രാൻസും ഒറ്റ മണിക്കൂറിൽ കത്തിച്ചെടുക്കുക. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട അപ്പുറം. അവർക്ക് യൂറോപ്പിൽ ഒരുപാട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ബേസ്. അപ്പോൾ എന്തിനവിടെ ബേസ് ഇട്ട്? എന്തിനാണ് ഈ ജർമ്മനിയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്കൻ ബേസ് വിട്ടേക്കിൻ്റെ റീസൺ എന്താണെന്നറിയും? അവർ പണം കൊടുത്തിട്ടാണ് നിർത്തിയത്. പണം കൂട്ടണം എന്നാണ് ട്രംപ് പറയുന്നത്. കാരണം മിലിറ്ററി സ്പെൻഡിങ് കൂട്ടണം എന്നാണ് ട്രംപ് പറയുന്നത് ഈ രാജ്യങ്ങൾ. കാരണം അത് കൂട്ടിയാൽ മാത്രമേ അമേരിക്ക അവിടെ ബേസ് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ. എന്താ റീസൺ നിങ്ങൾക്കറിയും?
ഈ രാജ്യങ്ങൾക്കറിയാവുന്ന കാര്യം അവർക്ക് ഈ പറയുന്ന അമേരിക്കയുടെ അത്രയും മിലിറ്ററി കേപ്പബിലിറ്റി ഇല്ല. ഏതെങ്കിലും രാജ്യം കയറി അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ, പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് അമേരിക്കൻ ഫോഴ്സ് അവിടെ ബേസ് ഇട്ടേക്കുന്നത്. അതാണത് മനസ്സിലാക്കേണ്ടത്. ഫ്രാൻസിൻ്റെ മറ്റൊരു കേപ്പബിലിറ്റി പറയുമ്പം ഉക്രൈൻ റഷ്യ വാറിൽ നിങ്ങൾക്കറിയാം F-16 കൊടുത്തു, അമേരിക്കയുടെ പല രാജ്യവും അമേരിക്കയും കൊടുത്തു. എന്തുകൊണ്ടാണ് സെലൻസ്കി ഫ്രാൻസിൻ്റെ എയർക്രാഫ്റ്റ് വാങ്ങാഞ്ഞത്? ഫ്രാൻസിൻ്റെ വെപ്പൺസ് കൊടുക്കാമെന്ന് പറഞ്ഞു, പലതും കൊടുത്തു. ഈ വെപ്പണിൻ്റെ സംഭവത്തിനകത്ത് ഫ്രാൻസ് അമേരിക്കക്കാളിലൊക്കെ വളരെ പുറകിലാണ്. എന്തുകൊണ്ടാണ് സെലൻസ്കി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്ത് ജർമ്മനിയുടെ ലെപ്പേർഡ് 1ഉം 2ഉം ടാങ്ക് വേണം, ഫ്രാൻസിൻ്റെ ടാങ്കിനോട് താല്പര്യമില്ല? കാര്യം എന്താ? അത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ടാങ്കാണ് ലെപ്പേർഡ്. ഏത് ടറയിലും കയറി അറ്റാക്ക് ചെയ്യും. ബോധം വെക്കണം. ആദ്യം ഈ മിലിറ്ററി കേപ്പബിലിറ്റി സംഭവം എന്തുവാണെന്ന് പഠിക്കണം ഫ്രാൻസിനെ പറ്റി. ഫ്രാൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റഫാലാണ്. അത് ഏത് ജനറേഷനാണ്? 4.5 ജനറേഷനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സെലൻസ്കി എയർക്രാഫ്റ്റ് വാങ്ങാൻ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്? എന്തുകൊണ്ടാണ് വാങ്ങാത്തത്? അതിൻ്റെ ഈ F-16 ചെയ്യുന്ന പോലുള്ള സംഭവം ഇന്നും ഈ റഫേലിന് ചെയ്യാൻ പറ്റില്ല. F-16 മോഡേൺ വേർഷനുണ്ട്, പുതിയ വേർഷനുണ്ട്, F-16S എന്നൊക്കെ പറയും. അവർക്ക് ഇന്ത്യക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അമേരിക്ക. അപ്പം അതിൻ്റെ മനോവർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രാൻസിൻ്റെ റഫാലിനേക്കാളും നല്ലത് അതിൻ്റെ സംഭവം. അതിൻ്റെ ബോംബിംഗ് ആണെങ്കിലും ഏത് രീതിയിലാണത് നോക്കി കാണുന്നതും ഇതതിൻ്റെ റീസൺ. അത് ഞാൻ പറയുന്നില്ല. ജെയിൻ ഡിഫൻസ് ഡിഗ്രിക്കകത്തും ഈ സ്ട്രാറ്റജിക് മാഗസിൻ്റെ അകത്തൊക്കെ റിപ്പോർട്ട് വന്നിട്ട് എന്തുകൊണ്ടാണ് സെലൻസ്കി വാങ്ങാഞ്ഞത്? ഫ്രാൻസ് കൊടുക്കാൻ തയ്യാറാണ്, റഫേൽ കൊടുക്കാൻ തയ്യാറായിരുന്നു, അവരുടെ മിറാഷ് കൊടുക്കാൻ തയ്യാറായിരുന്നു. ഇതൊന്നും സെലൻസ്കി മേടിച്ചില്ല. കാരണം എന്ത്? അതിൻ്റെ റീസൺ ഇതാ. അതായത് ഇനി മറ്റൊരു സംഭവം നിങ്ങൾക്കറിയോ? ഫ്രാൻസ് ഓസ്ട്രേലിയക്ക് സബ്മറൈൻ, ഇന്ത്യ വാങ്ങിയിട്ടുണ്ട് സബ്മറൈൻ ഫ്രാൻസിൻ്റെ. കാരണം വില കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ TOT മേടിച്ച്, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി മേടിച്ച് ഇവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് മേടിച്ച്. അതിൻ്റെ പേരിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇവിടെ വന്ന് സൈൻ ചെയ്തത്. ഇന്ത്യയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അത് ഓസ്ട്രേലിയക്ക് കൊടുത്തപ്പോൾ അമേരിക്കൻ കമ്പനിയുടെ സാധനം കണ്ടപ്പോൾ ഓസ്ട്രേലിയ ഇതിലെ അമേരിക്കയോട് പോയി. ഫ്രാൻസും അമേരിക്കയും ചെറിയ ഉടക്കുണ്ടായ എൻ്റെ ഇഷ്യൂ അന്ന്. പിന്നീട് അമേരിക്ക തന്നെയാണ് ഇടപെട്ടിട്ട് ഓസ്ട്രേലിയയോട് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ വാങ്ങാൻ. ഇതാണ് അതിൻ്റെ റീസൺ. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ അത്ര ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് അല്ല. അതാണ്. അല്ലാതെ ഈ ഫ്രഞ്ച് സൈനികരെക്കാളും ഹൈലി കേപ്പബിളാണ് ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുന്നത്. സൈനികർ, നമ്മുടെ ഓഫീസേഴ്സ് ആണെങ്കിലും സൈന്യമാണെങ്കിലും. അതുകൊണ്ടാണ് ഫ്രാൻസിന് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ എപ്പോഴും അമേരിക്ക വിളിക്കുന്നത്. അവർ അത്രയും ദൂരെ നിന്ന് പോയിട്ട് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന സാധനത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒന്നാമതോടെ അമേരിക്കൻ ബേസ് ഉണ്ട്. ഫ്രാൻസിന് ചുറ്റും കിടക്കുന്ന അമേരിക്കൻ ബേസുകളാണ്. 3ഓളം ബേസ് അടുപ്പിച്ചുണ്ട്, 500 കിലോമീറ്റർ അടുപ്പിച്ച്. പിന്നെ അവർക്ക് പല ഐലൻഡ് ഉണ്ട്. അതിന് ചുറ്റും അമേരിക്കൻ ബേസാണ് ഫ്രാൻസിന് ചുറ്റും. ഇവർ കയറി അമേരിക്കയോട് കയറി മാന്തുവോ? അയാൾ അവിടുത്തെ വിദേശകാര്യ ഉപദ്രവം അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. എന്ത് കുന്ത സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അമേരിക്ക ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണത് പിടിച്ചെടുത്തു, അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വേറെ തർക്കമൊന്നുമില്ല. പക്ഷെ അവർ ഡിസ്കഷനൊക്കെ നടത്തി അത് ഡെൻമാർക്കുമായിട്ടൊരു ഡീലിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. എന്തിനാണ് ഡെൻമാർക്ക്? അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഡെൻമാർക്ക് അമേരിക്കൻ ഫോഴ്സിനെ അവിടെ നിർത്തുമോ? അവർക്കിനൊരു കേപ്പബിലിറ്റി ഇല്ല. അതാണ് അവർക്കൊരു മിലിറ്ററി കേപ്പബിലിറ്റി ഇല്ല. ഒരു രാജ്യത്തിന് നല്ല പോലെ മിലിറ്ററി കേപ്പബിലിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനം പണം മാത്രമല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അതിനേറ്റവും കൂടുതൽ ആവശ്യം അതിന് പറ്റിയ മാൻ പവർ വേണം. രണ്ടാമത് ഈ ടെക്നോളജി. അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ അറബ് രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ പണമുണ്ട്. അവർക്കെന്തുകൊണ്ടാണ് മിലിറ്ററി കേപ്പബിലിറ്റി ഇല്ലാതെ പോയത്? അവർക്ക് അതേപോലെ പണം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവർക്ക് അതേപോലെ മാൻ പവർ ഇല്ല. അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് നല്ല മാൻ പവറുണ്ട്, ട്രെയിൻഡാണ്, വെൽ ആർട്ടിക്കുലേറ്റഡാണ്. നമ്മുടെ എയർഫോഴ്സിൻ്റെ പൈലറ്റ്സ്, നമ്മുടെ നേവി, നമ്മുടെ ആർമി ഏത് സാഹചര്യത്തിലും പോയി യുദ്ധം ചെയ്ത് കളയും, ഏത് ടെറയിലും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതിൻ്റെ കാര്യം.
അല്ലാതെ കുറച്ച് പണം സൗദി ഇഷ്ടം പോലെ പണമില്ല, ബില്യൺസ് ഇല്ലേ അവരുടെ കയ്യിൽ. എന്തുകൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റാതെ? ഏറ്റവും ലേറ്റസ്റ്റ് വെപ്പൺസും ഉണ്ട് അമേരിക്ക കൊടുത്തേക്കുന്നത്. ഇതെല്ലാം തലതിരിച്ച് അവർ ഫയർ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞുതരാം, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇങ്ങോട്ട് വിടുന്ന സാധനം അങ്ങോട്ട് സ്വന്തമായിട്ടൊക്കെ വിടും മേപ്പോട്ട്, അറിയത്തില്ല. അവിടെയാണ് ഈ മിലിറ്ററി കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. പണം മാത്രമല്ല, നല്ല മാൻ പവർ വേണം, നല്ല ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് വേണം, മാൻ പവർ വേണം, മാൻ ബിഹൈൻഡ് ദ മിഷൻ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വെപ്പൺസ് ഉണ്ടെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു മനുഷ്യനുണ്ട്, അവൻ്റെ കേപ്പബിലിറ്റി മാറ്റർ ചെയ്യും. അതായത് വിഡ്ഢിത്തരം വിളിച്ച് പറയാൻ നേരത്തെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, എന്താണ് ഫ്രാൻസും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ഫ്രാൻസിന് സെക്യൂരിറ്റി കൊടുക്കുന്ന അമേരിക്ക, അവരുടെ ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന എടുത്തു നോക്ക്. എപ്പോഴും അമേരിക്കയുടെ 100-700 പട്ടാളക്കാരൻ അവിടെ പാരീസിൽ അവിടെ ട്രെയിനിങ് കൊടുക്കുവാണ്. ഫ്രാൻസിൻ്റെ ഒരുപ്പെട്ട ഓഫീസേഴ്സ് മുഴുവനും അമേരിക്കയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി ഫ്രാൻസും ഒരു കാരണം വെച്ചാൽ അമേരിക്കയുടെ അടുത്തുപോലും പോകുന്നില്ല. കാരണം ഫ്രാൻസിന് അറിയാം ശരിക്കും അമേരിക്കയുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇമ്മാനുവൽ മാക്രോൺ ഏറ്റവും കൂടുതൽ നിർബന്ധിക്കുന്നത് അമേരിക്ക കൂടുതൽ ഹെൽപ്പ് ചെയ്താൽ ഉക്രൈൻ ജയിക്കുമെന്ന്? എത്ര യൂറോപ്യൻ രാജ്യങ്ങൾ ഹെൽപ്പ് ചെയ്താലും ഉക്രൈൻ അവിടെ അഡ്വാൻറ്റേജ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അമേരിക്ക ഫുൾ ഫ്ലെഡ്ജായിട്ട് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യണം. അമേരിക്ക ഇന്ന് വരെ ചെയ്തിട്ടില്ല. അത് കുറച്ച് വെച്ചാൽ കൊടുക്കുന്നത്. അമേരിക്ക ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഉക്രൈൻ റഷ്യയെ തോൽപ്പിക്കും. അപ്പം അതിൻ്റെ ഒരു സംഭവം ഇന്ന് വരെ അമേരിക്ക തീരുമാനമെടുത്തിട്ടില്ല. ബൈഡൻ പോലും തീരുമാനമെടുത്തില്ല. എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബൈഡൻ ഈ പറയുന്ന പോലെ ഭൂരിപക്ഷം സെനറ്റിലും കോൺഗ്രസിലും ഇല്ലായിരുന്നു. അവിടെ എപ്പോഴും ബൈഡൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ്, ഇസ്രായേലിന് ആ വെപ്പൺ കൊടുക്കും, കുറച്ച് ഉക്രൈന് കൊടുക്കും. കാരണം റിപ്പബ്ലിക്കൻസ് മുഴുവൻ ഇസ്രായേലിനോട് നിൽക്കുക. ഇത് കൊടുക്കുവാണെങ്കിൽ അത് കൊടുക്കുക. ഈ രീതിയിലാണ് പോയത്. അല്ലാതെ പൊട്ടത്തരം പറയരുത്. അമേരിക്ക എന്ന് പറഞ്ഞൊരു ഫോഴ്സിന് മുമ്പിൽ മിലിറ്ററി മൈറ്റി പവറാണ് അവരെ പിന്നെ ശരിക്കും വായിച്ച് മനസ്സിലാക്കണം. കാരണം അങ്ങനെ അത് ഉണ്ടാക്കി എടുത്തേക്കുവാണ്. അതുകൊണ്ടാണ് അവർ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ അടിസ്ഥാനപരമായ സത്യം. അല്ലാതെ ഒരു യൂട്യൂബുകാരൻ വിളിച്ച് പറയുന്നു ഫ്രാൻസ് കോപ്പടിക്കും. സെക്കൻഡ് വേൾഡ് വാറിൽ കണ്ടതാണ്. വീട് തീർന്ന് നാശമായ കംപ്ലീറ്റ് സ്ഥലവും ജർമ്മനി ഏറ്റെടുത്ത്. ആ സിനിമ നിങ്ങളൊന്ന് കാണണേ, സേവ് പ്രൈവറ്റ് റയാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹോളിവുഡ് മൂവി, വലിയ ഹിറ്റായിരുന്നു. അതിനകത്ത് നിങ്ങൾ വെറുതെ വായിച്ച് നോക്കുക ഫ്രാൻസിൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി. അടുക്കാൻ പോലും പറ്റാത്ത സമയം അമേരിക്കയുടെ അടുത്തു പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ പലയിടത്തും ഞാൻ പറയും ഒരു കാര്യം പറയാം, ഈ ഫ്രാൻസിൻ്റെ ബേസ് ഉണ്ട് അബുദാബിയിൽ. കാരണം അമേരിക്ക ദോഹയിൽ ബേസ് ഇട്ട് കഴിഞ്ഞ സമയത്ത് ഈ UAEക്ക് അമേരിക്കൻ ബേസ് വന്നില്ല. അവരുകൊണ്ട് ഫ്രാൻസിൻ്റെ ബേസ് ഇട്ടു. ഫ്രാൻസ് കൊണ്ടവിടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ UAEക്ക് അറിയാം ഫ്രാൻസിനെ കൊണ്ട് ഈ പറയുന്ന കേപ്പബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് അവർ അമേരിക്കയുടെ പുറകെ നിൽക്കുന്ന, അവർക്ക് ബേസ് വേണം അമേരിക്ക. കാരണം UAEയുടെ പറഞ്ഞ എക്കണോമിക് സംഭവമായിട്ട് മാറി. അവിടെ വല്ല ഈ ഇറാൻകാരൻ കൊണ്ട് ബോംബിട്ട് കഴിഞ്ഞാൽ ആ രാജ്യം തകർന്നു പോകും. അതിൻ്റെ എക്കോണമി ഫ്ലോപ്പായി പോകും. ഇത് ഡിമാൻഡ് എന്ത് ചെയ്യും? അമേരിക്കയുടെ ബേസ് അവിടെ ഉണ്ട്. അവിടെ ലോകത്താരും കയറി മാന്താൻ പോകുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാന കാരണം. ഇതാണ് റിയാലിറ്റി. ഗ്രൗണ്ട് റിയാലിറ്റി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവാന്നേ ഉള്ളൂ. വെറുതെ പൊട്ടത്തരം വിളിച്ച് പറയരുത്.